സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ചക്രക്കസേര. എഴുതിയത് PN വിജയൻ. അയാൾ കുറേ കാലമായി ഒന്നും എഴുതാറില്ല. എപ്പോഴെങ്കിലും എഴുതാൻ പറ്റിയാൽ അത് ഒരു വാരികയ്ക്കും അയക്കാറില്ല. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ തോന്നിയാൽ അത് ഒരു പത്രാധിപരുടെ പരിഗണനയിലും പെടാറില്ല. അങ്ങനെ ഇരിക്കെയാണ് നവമാധ്യമങ്ങളിൽ കവിതാവായന പോലെ കഥാവായനയും ഒരു സ്ഥിരം പരിപാടിയായി വളരുന്നത് അയാൾ അറിഞ്ഞത്. അതും അയാളെ കാര്യമായി അലട്ടിയില്ല. ഒരു കഥ വായിക്കുകയല്ലാതെ വായിച്ചു കേൾക്കുന്നത് ഒരിക്കലും ഒന്നാന്തരം അനുഭവമാവില്ല. മറ്റൊരു ശബ്ദത്തിലൂടെ സ്വന്തം കഥ കേൾക്കുന്നതും അത്ര വലിയ സംതൃപ്തിയൊന്നും തരുന്നതാവില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അയാൾ ഒരു പ്രലോഭനത്തിനും വഴങ്ങാതെ പിടിച്ചു നിന്നു. അതിനിടയിലാണ് ഒരു ദിവസം അയാൾക്കൊരു ഫോൺ സന്ദേശം വരുന്നത്. ഒട്ടും പരിചയമില്ലാത്ത ഒരു മണികിലുക്കം. മാഷേ, ഞാൻ മാഷയുടെ ഒരു പുസ്തകം വായിച്ചു. അതിലെ ഒരു കഥ എന്നെ തൊട്ടു. ഒരു കുളിർമ എവിടെയോ വീണു പരന്നെങ്കിലും അയാൾ ഇളകിയില്ല. മാഷേ കേൾക്കുന്നില്ലേ? ഉവ്, പറഞ്ഞോളൂ. ആരാ? ഏതു കഥയാണ് നിങ്ങളെ തൊട്ടത്? മാഷയുടെ സുന്ദരിയുടെ നീലക്കണ്ണുകൾ എന്ന പുസ്തകത്തിലെ ചക്രക്കസേര. അതൊരു സാധാരണ കഥയാണല്ലോ, അതിഷ്ടമായോ? അതെ, വളരെ ഇഷ്ടമായി. സന്തോഷം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് ഒരു രസമാണ്. പിന്നെ മാഷേ, ആ കഥ ഞാനൊരു ഗ്രൂപ്പിൽ വായിക്കട്ടെ? ഗ്രൂപ്പിലോ? ആ, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ. നിങ്ങൾക്കതൊരു സന്തോഷമാണെങ്കിൽ വായിച്ചോളൂ. ശരി മാഷേ, സന്തോഷം. സമ്മതമാണല്ലോ. എന്നാൽ ഇനി വായിച്ച ശേഷം വിളിക്കാം. അവൾ അത്ര പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുമെന്ന് കരുതിയില്ല. ഒരു താൽപ്പര്യവും പ്രകടിപ്പിച്ചില്ലെങ്കിലും ചെറിയൊരു ഉത്സാഹം തോന്നി. ആ ശബ്ദത്തിൽ കുറച്ചു നേരം കൂടി മലർന്നു കിടക്കാമായിരുന്നു എന്നും. ഏതായാലും ഒരു കഥ തന്നെ തൊട്ടുവെന്ന കാര്യവും അതിൻ്റെ ഊഷ്മളത മറ്റുള്ളവരിലേക്ക് പകർത്തുവാനുള്ള കൗതുകവുമാണല്ലോ അവൾ പങ്കുവച്ചത്. അയാൾ അലമാരയിൽ അവൾ പറഞ്ഞ നീലക്കണ്ണുകൾ തപ്പാൻ തുടങ്ങി. അത് 2 സമാഹാരങ്ങളിൽ ഉൾപ്പെടുത്തിയതായി ഓർക്കുന്നു. ഒരു പുസ്തകവും ഒരാവശ്യത്തിന് തിരഞ്ഞാൽ കാണില്ല. ഒരുപക്ഷെ അത് ആരെങ്കിലും കൊണ്ടുപോയി കാണും. കൊണ്ടുപോയവരൊന്നും പിന്നെ തിരിച്ചു തരാറില്ല എന്നത് മറ്റൊരു അനുഭവം. ഏതായാലും അലമാരയിലെ മുഴുവൻ പുസ്തകവും ഓരോന്നായി മാറ്റിവെച്ച് നോക്കുക തന്നെ. അപ്പോഴാണ് സൗദാമിനിയുടെ ഇടപെടൽ. നോക്കൂ, ഒക്കെ ഇന്നലെ അടക്കി വച്ചേ ഉള്ളൂ. വീണ്ടും എല്ലാം മാറ്റിമറിച്ച് പൊടിയാക്കണ്ട. എനിക്ക് വയ്യ പൊടി തിന്നാൻ. അതിന് ഞാനിവിടെ മുളകും മല്ലിയും പൊടിക്കുന്നില്ല. എൻ്റെ ഒരു പുസ്തകം തിരയാണ്. അതെന്നാ ഞാനും പറഞ്ഞത്. സാധാരണ നിങ്ങൾ തിരയണ പുസ്തകം അവിടെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും അത് കാണില്ല. ഏതാന്ന് പറയൂ, ഞാൻ വൈകുന്നേരം എടുത്തു തരാം. അല്ല സൗദാമിനി, എനിക്കതിപ്പോൾ വേണം. അതിലെ ഒരു കഥ ആരോ ഒരു ഗ്രൂപ്പിൽ വായിക്കാൻ പോണു. ഇനി അതിൻ്റെ കുറവേ ഉള്ളൂ. അല്ല, ആരാ നിങ്ങളുടെ കഥ വായിക്കണ്? ആണോ പെണ്ണോ? ഒരു പെൺകുട്ടിയാണ്. പേരറിയില്ല. ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ. കുട്ടിയൊന്നും ആവില്ല. നല്ല മുഴുത്ത സുന്ദരിയായ യുവതിയാവും. എന്നിട്ട് സമ്മതിച്ചോ? വായിച്ചോളാൻ പറഞ്ഞു. ആദ്യം വായന എന്നു പറഞ്ഞു തുടങ്ങും. പിന്നെ ആരാധനയാവും. അവിടെ നിൽക്കില്ല. ഞാൻ പറഞ്ഞേക്കാം, വല്ല അപകടത്തിലും പോയി ചാടണ്ട. അല്ല, ഏതാ കഥ? നീലക്കണ്ണുള്ള സുന്ദരി. ഞാൻ വിചാരിച്ചു ആ ഒരുമ്പട്ടോളുടെ കഥയാവുന്ന്. പിന്നെ അതാണെങ്കിൽ തിരയണ്ട, അതവിടെയില്ല. ആ മഹിളാ സമാജക്കാര് 2 പുസ്തകം വേണമെന്നു പറഞ്ഞു വന്നപ്പോൾ ഞാൻ അതും മറ്റൊരു സുന്ദരിയും എടുത്തു കൊടുത്തു. അവർക്ക് വായനാ ദിനത്തിൽ സമ്മാനം കൊടുക്കാനാണത്രേ. അത് നന്നായി. അയാൾക്ക് സൗദാമിനിയോട് ബഹുമാനം തോന്നിയ നിമിഷമായിരുന്നു. അയാൾ തിരച്ചിൽ യജ്ഞത്തിൽ നിന്നു പിന്മാറി. എന്നാലും ആ പുസ്തകം കൊടുക്കേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. ആലോചിച്ചപ്പോൾ നാട്ടുകാരുടെ വായനയ്ക്കും ചർച്ചയ്ക്കും അത് വിഷയമാവുന്നത് നല്ലൊരു കാര്യമാണെന്നും തോന്നി. പിന്നെ കാത്തിരിപ്പായി. വിളിച്ച കുട്ടിയുടെ പേര് ചോദിച്ചില്ല. ശബ്ദം കേട്ടിട്ട് അത്ര കുട്ടിത്തമൊന്നും തോന്നിയുമില്ല. ഒരുപക്ഷെ സൗദാമിനി സൂചിപ്പിച്ച പോലെ സുന്ദരിയായ യുവതി തന്നെ ആവാനാണ് സാധ്യത. ആ കഥ അവൾ എങ്ങനെ വായിക്കുമെന്നറിയാനായി അയാൾക്കുത്കണ്ഠ. ചിലർ വായിച്ചാൽ ആഖ്യാനവും ആത്മകഥവും സംഭാഷണവും ഒക്കെ ഒരുപോലെ ഇരിക്കും.
കഥയുടെ ഒഴുക്കും കഥാപാത്രങ്ങളുടെ ഭാവവും അറിഞ്ഞ് വായിക്കാൻ അറിയുന്നവർ ചുരുക്കമാണ്. ചിലർക്ക് നല്ല ശബ്ദമുണ്ടായിരിക്കും, വ്യക്തതയുണ്ടാവില്ല. ശബ്ദസുഖവും സ്ഫുടതയും അതിനനുസരിച്ച് ഭാവവും ചേരുമ്പോഴാണ് വായന ഒരു നല്ല അനുഭവമാവുക. കവിതയായാലും കഥയായാലും അങ്ങനെ തന്നെ. ഭാവഗാനം മുതൽ മിമിക്രി വരെ പലതും ശോഭിക്കുന്നത് അവതരണത്തിലെ മികവുകൊണ്ടാണ്. അതിൻ്റെ വിജയം ഈ മൂന്നും ഒത്തുചേരുമ്പോഴാണല്ലോ. ഫോൺ ശബ്ദിക്കുമ്പോഴൊക്കെ അയാൾ ഉത്സാഹിയായി. പക്ഷേ ആ ശബ്ദം കേട്ടില്ല. അയാൾക്ക് സമയം നീങ്ങാതെയായി. പത്രവായനയും പതിവു കാര്യങ്ങളും നടക്കുന്നുണ്ട്. TV പരസ്യങ്ങളും ചാനൽ മേളകളും തകർക്കുന്നുണ്ട്. പക്ഷേ ഒന്നിലും മനസ്സ് നിൽക്കുന്നില്ല. ചായയ്ക്കും ഊണിനും സൗദാമിനി 2-3 തവണ വിളിക്കേണ്ടി വന്നു. അല്ല, എന്താ ഒരു മൂടില്ലായ്മ? ഓ, ഒന്നുമില്ല. ഒന്നും എഴുതാൻ തോന്നുന്നില്ല. എവിടെയും പോവാനില്ല, ആരെയും കാണാനില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. 2 കൊല്ലമായിട്ട് ഗുരുവായൂർ പോക്കില്ല, ബന്ധുവീടുകളിൽ പോവാറില്ല. കല്യാണവും കുടിയിരിക്കലും ഇല്ല, നാട്ടിലെ ഉത്സവം പോലും ഇല്ലാതായി. തനിക്ക് സീരിയലുണ്ടല്ലോ, പിന്നെ ആ കുട്ടികളുടെ പാട്ടും. അതെ, അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവിതം തനി ബോറടിയായിരുന്നേനെ. കാത്തിരിപ്പിന്റെ പൊറുതികേട് കനത്തുകൊണ്ടേയിരുന്നു. അപ്പോഴതാ അപ്രതീക്ഷിതമായി ഒരു ഫോൺ. അവൾ തന്നെ ആവണേ, അതേ ശബ്ദം തന്നെ. അങ്ങനെ ഒരു പ്രാർത്ഥനയോടെയാണ് അയാൾ ഫോൺ എടുത്തത്. ഇത്തവണ പിഴച്ചില്ല. മാഷേ, അന്ന് വിളിച്ചില്ലേ, ഞാൻ തന്നെ. പേരു പറഞ്ഞില്ലല്ലോ. സുശീല. അന്ന് പറഞ്ഞുന്നാ കരുതിയത്. മനസ്സിൽ കരുതിയാൽ പോരല്ലോ, പിന്നെ എന്തേ വിളിക്കാൻ? മാഷേ, ഞാനത് വായിച്ചു. ഗ്രൂപ്പിൽ ഇടുന്നതിനു മുമ്പേ മാഷെ കേൾപ്പിക്കാമെന്നു കരുതി. ഓ, കേൾപ്പിച്ചോളൂ. എന്നാൽ ചുവടെ അതിൻ്റെ ഓഡിയോ ഇടാം. മാഷെ ശ്രദ്ധിച്ച് കേൾക്കണേ. വല്ല തെറ്റുമുണ്ടെങ്കിൽ പറയൂ, ഞാൻ മാറ്റിക്കോളാം. ശരി, എന്നാൽ ഇനി കേട്ട ശേഷം. ഓക്കെ, വച്ചോളൂ. പിന്നെ 1-2 നിമിഷം. അയാൾ സുശീലയുടെ ഓഡിയോ ഡൗൺലോഡ് ആവുന്നതിന് കാത്തിരിക്കുകയാണ്. സിനിമാ തിയേറ്ററിൽ പണ്ട് ന്യൂസ് റീലും പരസ്യവും കഴിയാൻ കാത്തിരുന്നതുപോലെ. പിന്നെ കേൾവി എന്ന ഉത്സവം. ഇമ്പമുള്ള ശബ്ദത്തിലൂടെ അയാൾ പിറകോട്ട് പടവുകളിറങ്ങി. കുത്തൊഴുക്കിൽ പിറകോട്ടുള്ള പ്രയാണം. മലഞ്ചെരിവുകൾക്കിടയിലൂടെ എങ്ങോട്ടാണ് ഈ ഒഴുക്ക് തന്നെ കൊണ്ടുപോകുന്നത്? കുട്ടികളുമൊത്തുപോയ ഒരു ഉല്ലാസയാത്രയുടെ ഓർമ്മകൾ. അതിനിടയിൽ സംഭവിച്ച ഒരു അപകടം. എല്ലാം പെട്ടെന്ന് നിർത്തി തിരിച്ചു പോരേണ്ടി വന്ന ദിവസം. ആസ്പത്രി വരാന്തയിലെ കാത്തിരിപ്പ്. അവസാനം ഡോക്ടർ പുറത്തു വന്നു. കണ്ണു തുറന്നു. പക്ഷേ കാലു രണ്ടും ചലിക്കാൻ പറ്റാത്ത നിലയിലാണ്. തൽക്കാലം ഒരു ചക്രകസേര വേണ്ടിവരും. പിന്നെ എല്ലാം ദൈവത്തിനു വിടാം. എന്നാലും പ്രതീക്ഷ കൈവിടണ്ട. ഡോക്ടർ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വിദ്യാർത്ഥിനിയുടെ മുഖം വളഞ്ഞു പിരിഞ്ഞു വികൃതമായി ചെറുതാവുന്നതു കണ്ടു. കൂട്ടുകാരികളുടെ ചലനങ്ങളും നോട്ടങ്ങളും ശബ്ദമില്ലാത്ത ഒരു ഹ്രസ്വചിത്രമായി മാറുന്നു. അതിനിടയിലേക്ക് വിവരമറിഞ്ഞെത്തിയ കുട്ടിയുടെ അച്ഛനമ്മമാരും ബന്ധുക്കളും കുടുങ്ങി നിൽക്കുന്നു. പിന്നെയെല്ലാം മറക്കാൻ ശ്രമിച്ചു. ആരുടെ അശ്രദ്ധയാണ് കാരണം? അറിയില്ല. ആരാണ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാൻ മറന്നത്? ഏതായാലും എല്ലാം ഒരു ട്രാൻസ്ഫറിൽ കഴിഞ്ഞു. പിന്നെ ദൂരവും കാലവും വ്രണങ്ങളെ വെറും കലകളാക്കി. മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഒരു കഥയാക്കിയത് ഒരു വലിയ ഭാരം ഇറക്കി വയ്ക്കാനായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ വായിച്ചു നോക്കാൻ പോലും തോന്നിയില്ല. സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾക്കു വെറുതെ നന്ദി പറഞ്ഞു. ചർച്ച ചെയ്യപ്പെടുകയോ ആരെങ്കിലും ഒരു വിശദീകരണം ആവശ്യപ്പെടുകയോ ഉണ്ടായില്ല. സമാഹാരങ്ങൾ ഒരുക്കിയപ്പോൾ അതും അതിൽപ്പെട്ടു. വർഷങ്ങൾക്കു ശേഷം ഇതാ ഒരു സ്കൂൾ വിനോദയാത്രയുടെ ചുരുൾ നിവരുന്നു. അപരിചിതയായ ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ. കഥ എപ്പോഴേ കഴിഞ്ഞിരുന്നു. അയാൾ അറിഞ്ഞില്ല. അയാൾ പഴയൊരു ആസ്പത്രി വരാന്തയിൽ കാത്തിരിപ്പിൻ്റെ നിശ്ചല ഛായാചിത്രമായി മാറിയിരുന്നു. എന്താ ഒരു വല്ലായ്മ? ആരായിരുന്നു ഇത്രയും നേരം? അത് ആ കഥ വായിച്ചതാ. ഏത് കഥ? എൻ്റെ പുസ്തകത്തിലെ ഒരു കഥ. അതിനു പേരില്ലേ? നീലക്കണ്ണുള്ള
അയാൾ പേരു മാറ്റി പറഞ്ഞു. അങ്ങനെയൊരു കഥയും അതിലുണ്ടല്ലോ എന്ന് ആശ്വസിച്ചു. വല്ല പെണ്ണുങ്ങളുടെയും നീലക്കണ്ണും പൂച്ചക്കണ്ണും കഥയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? സൗദാമിനി, ഒരു കട്ടൻ ചായ കിട്ടുമോ? അല്ല, എന്തു പറ്റി? ഒരു തലവേദന. അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കട്ടനു കാത്തിരുന്നു. പിന്നെ കുറേ നേരം ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. ഒന്നും കേൾക്കാനും പറയാനും പറ്റാത്ത ഒരു വിങ്ങൽ. അവൾ വിളിച്ചിട്ടുണ്ടായിരിക്കും. വായനയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികം മാത്രം. രാത്രി ഉറക്കം വരാതെ കിടന്നപ്പോൾ അയാൾ എണീറ്റ് ഫോൺ എടുത്ത് മുകളിലേക്ക് നടന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ സൗദാമിനി നല്ല ഉറക്കമാണ്. ടെറസിലെത്തി ഫോൺ ഓൺ ചെയ്തപ്പോൾ 8-10 മിസ്ഡ് കോൾ. ഒരേ നമ്പർ, അവൾ തന്നെ. സമയം അർദ്ധരാത്രിയോടടുത്തിരിക്കുന്നു. ഇപ്പോൾ തിരിച്ചു വിളിക്കുന്നത് ശരിയല്ല. ഒരു മെസ്സേജ് അയക്കാമെന്ന് കരുതി ഡേറ്റ ഓൺ ചെയ്തു. അപ്പോഴതാ അവൾ വിളിക്കുന്നു. മാഷ് ഉറങ്ങിയില്ലേ? ഞാൻ കുറേ വിളിച്ചു നോക്കി. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാ കണ്ടത്. മാഷ് കഥ കേട്ടോ? ഉവ്, നന്നായി വായിച്ചു. നാളെ സംസാരിക്കാം. ഇപ്പോൾ വളരെ വൈകി, ഉറങ്ങട്ടെ. മതി, നാളെ മറക്കരുതേ, ഞാൻ കാത്തിരിക്കും. ഗുഡ് നൈറ്റ് പറഞ്ഞ് വലിയൊരു ആശ്വാസത്തോടെ അയാൾ താഴേക്ക് നടന്നു. മുറിയിലെത്തിയപ്പോൾ സൗദാമിനി തിരിഞ്ഞു കിടന്നുറങ്ങുന്നു. സമാധാനമായി. നേരം വെളുത്തപ്പോൾ അയാൾ നടക്കാനിറങ്ങിയത് പതിവിന് വിപരീതമായി ഫോണും കൊണ്ടായിരുന്നു. ഗതാഗതം കുറഞ്ഞ നാട്ടുവഴികളിലൂടെ നടക്കുമ്പോൾ ഫോൺ ഒരു സ്വാതന്ത്ര്യമാണല്ലോ. മോളെ, കഥ നന്നായി വായിച്ചു കേട്ടോ. എഴുതിമറന്ന കഥയായിരുന്നു. വീണ്ടും അതിൻ്റെ പ്രയാസം അനുഭവിച്ചു. ഭാവപൂർണമായിരുന്നു വായന. അതു മാഷേ, എഴുത്തിൻ്റെ ഗുണം ഞാനും അനുഭവിച്ചു. മറ്റൊരു കഥയിൽ ട്രെയിനിൽ നിന്നു വീണ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഇതിൻ്റെ തുടർച്ചയാണോ അത്? അതേതാ കഥ? ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു. അതും ഒരു ഉല്ലാസയാത്രയിൽ സംഭവിച്ച അപകടമാണല്ലോ. ഹൈദരാബാദിൽ നിന്നു മടങ്ങുമ്പോൾ രാത്രി വണ്ടിയിൽ നിന്ന് വീണ കുട്ടി ആരാ മാഷേ? അയ്യോ, അതൊക്കെ കഥയല്ലേ. രണ്ടിലും ഒരു പശ്ചാത്താപത്തിൻ്റെ നൂലിഴയുന്നുണ്ടല്ലോ. മാഷിന്റെ ശ്രദ്ധക്കുറവായിരുന്നോ? അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും? എന്താ കുട്ടി കഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് വായിക്കുന്നത്? തിരിച്ച് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഏതായാലും എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. അങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടതിൽ സന്തോഷം. ശരി മാഷേ, മാഷ് പ്രഭാത നടത്തത്തിലാണെന്ന് തോന്നുന്നു. നടക്കൂ. അവൾ നിശബ്ദയായി. തിരിച്ചെത്തിയ ശേഷം സമയം കണ്ടെത്തി വീണ്ടും വിളിച്ചു. പിന്നെ ദിവസത്തിൽ പല പ്രാവശ്യം വിളി തുടർന്നു. വിളിക്കാതിരിക്കാൻ പറ്റാത്ത നിലയിലായി. ഒരു ദിവസം ഈ സുശീലയെ ഒന്ന് പോയി കാണാൻ തന്നെ തീരുമാനിച്ചു. അവൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല എന്നാണ് അവൾ പറഞ്ഞത്. അത് മനസ്സിലായില്ലെങ്കിലും അവളെ കാണുവാൻ അത് കൂടുതൽ പ്രേരണയായി. സൗദാമിനി പറഞ്ഞതിന് വിപരീതമായി എഴുത്തുകാരൻ വായനക്കാരിയുടെ ആരാധകനായ പോലെ. ഒരു ദിവസം മറ്റൊരു കാരണം പറഞ്ഞ് അയാൾ പുറത്തിറങ്ങി. തലേ ദിവസം അവൾ വിവരിച്ച സ്ഥലത്തെത്തി തെരുവു കണ്ടുപിടിച്ചു. ഡോർ നമ്പർ തിരഞ്ഞു നടക്കുകയാണ്. ആരാണീ സുശീല? എന്തു പ്രായം കാണും? വിവാഹിതയാണോ? അമ്മയാണോ? വിധവയാവുമോ? ഒരുപാട് ചോദ്യങ്ങളുമായി അയാൾ അവളുടെ വീട്ടുഗേറ്റിനടുത്തെത്തി. 48C പ്രഭാതം. അയാൾ ഗേറ്റ് തുറന്ന് റാമ്പ് ഒഴിവാക്കി സ്റ്റെപ്പുകൾ കയറി ഡോർബെല്ലിൽ വിരലമർത്തി. 4-5 സെക്കൻഡ്. ആരോ വാതിൽ തുറന്നു. സുശീലയുടെ വീടല്ലേ? അതെ, വിളിക്കാം. കാത്തു നിൽക്കുമ്പോൾ അകത്തെ മുറിയിൽ നിന്ന് ചക്രക്കസേരയിൽ 40-45 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ, ശാന്തമായ മുഖം നിറയെ ചിരിയുമായി കൈകൂപ്പിക്കൊണ്ട്. മാഷല്ലേ, വരൂ, ഇരിക്കൂ. അയാൾക്ക് ഇരിക്കാനും നിൽക്കാനും കഴിഞ്ഞില്ല. ഓടിയെത്തും മുമ്പേ, തൻ്റെ കൈകൾക്ക് രക്ഷിക്കാൻ കഴിയുന്നതിനു മുമ്പേ, പണ്ട് ട്രെയിനിൽ നിന്ന് താഴെ വീണ ഒരു സുന്ദരിക്കുട്ടിയുടെ മുഖം അയാളുടെ മുന്നിൽ തെളിഞ്ഞു. ഒട്ടിയ കവിളുകളിലേക്ക് നരച്ച മുടിയിഴകൾ പാറി വീണിട്ടും അതിനിടയിലെ അപരിചിതമായ ചിരിയുടെ കൊളുത്തുകൾ അയാളെ വലിക്കുകയാണോ? അയാൾ അവൾക്കെതിരെയുള്ള സോഫയിൽ ഒരു മഞ്ഞുകട്ടിയായി മാറി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.